Hey everyone, Assalamualaikum. Welcome back to my channel. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഈസിയസ്റ്റ് സാൻഡ്വിച്ച് റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന, പെട്ടെന്ന് തന്നെ നമുക്ക് അവർക്ക് ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊമാറ്റോ, അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടുള്ള ലെറ്റ്യൂസ്, അതുപോലെ സ്ലൈസ് ചെയ്തിട്ടുള്ള ചീസസ് ഉണ്ടല്ലോ അതെടുക്കാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ വെജീസാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ആ വെജീസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഓണിയൻ, അതുപോലെ തന്നെ ക്യാരറ്റ്, കുക്കുംബറൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഈ രണ്ടെണ്ണം വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കൂടെ തന്നെ ഞാനിതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് സൈഡായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്തിട്ട് വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ ആക്കാം, അത് സെപ്പറേറ്റ് കഴിക്കാൻ വേണമെങ്കിൽ അങ്ങനെ ആക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. മിൽക്ക് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഏത് ടൈപ്പ് ബ്രെഡിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാവുന്നതാണ്. വീറ്റ് ബ്രെഡോ അതുപോലെ തന്നെ സ്വീറ്റ് ബ്രെഡ്, അങ്ങനെ ഡിഫറെൻറ്റ് ബ്രെഡുകളുണ്ടല്ലോ, അതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ മിൽക്ക് ബ്രെഡിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ 2 ബ്രെഡിൻ്റെ മുകളിലും ചീസ് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ ലെറ്റേഴ്സാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ലെറ്റേഴ്സ് വെച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ ഫ്രൈഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ ചിക്കനോ അതുപോലെ തന്നെ നഗറ്റ്സോ എന്താണോ വേണമെങ്കിലും മുകളിൽ വെക്കാം കേട്ടോ. ഞാനിവിടെ ചിക്കൻ നഗറ്റ്സിൻ്റെ സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ നഗറ്റ്സ് കട്ട് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരിക്കും. നമ്മൾ ഏതായാലും ഒരു ജങ്ക് ഫുഡിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെജീസും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റില്ല. അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുക എന്തായാലും ഇങ്ങനത്തെ നഗറ്റ്സും ഫ്രഞ്ച് ഫ്രൈസും അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാനിതുപോലെ വെജീസും കൂടെ വെച്ച് അതൊന്ന് ബാലൻസ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഒരു 5-6 നഗറ്റ്സ് പൊരിച്ചെടുത്തതിന് ശേഷം അത് ജസ്റ്റ് ഇങ്ങനെ ക്യൂബ്സാക്കി കട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം ഞാൻ ബ്രെഡിൻ്റെ മുകളിൽ അതും വെച്ച് കൊടുത്തു. ദെൻ അതിൻ്റെ മുകളിൽ നമ്മൾ ടൊമാറ്റോസും കൂടെ വെച്ചിട്ടോ. ദെൻ ഞാൻ സ്ലൈസ് ചെയ്തിട്ടുള്ള നമ്മളെ ചീസസ് ഉണ്ടല്ലോ, സ്ലൈസ് ചീസ് എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മൾ എല്ലാ ബ്രെഡും വെച്ചിട്ട് ഇതുപോലെ സാൻഡ്വിച്ചസ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 3 സാൻഡ്വിച്ചാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ളതും കൂടെ നമുക്കതുപോലെ ചെയ്തെടുക്കണം കേട്ടോ. ആദ്യം ജസ്റ്റ് നമ്മൾ ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ദെൻ ലെറ്റ്യൂസ് വെക്കുക, ദെൻ നമ്മൾ നഗറ്റ്സ് വെച്ച് കൊടുക്കുക, ദെൻ നമ്മൾ ടൊമാറ്റോ കട്ട് ചെയ്തതും വെക്കുക. ഓണിയൻ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അത് ഞാനിവിടെ വെച്ചിട്ടുള്ളത് സ്കിപ്പ് ചെയ്തേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വെച്ച് കൊടുക്കാം. അതുപോലെ എല്ലാ ബ്രെഡും ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴും അതുപോലെ അവർക്ക് സ്കൂളിലേക്ക് വേണ്ടിയിട്ട് നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അവർക്ക് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റും. ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ലാസ്റ്റത്തെ നമ്മൾ സാൻഡ്വിച്ചും കൂടെ സെറ്റായിട്ടുണ്ട്. അതിനുശേഷം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാൻ വെച്ചിട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്ത് 2 ഭാഗം കൂടെ ഒന്ന് മൊരിച്ചെടുത്താൽ മതിയാവും. ബേക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാനത് സെർവ് ചെയ്തതിന് ശേഷം സൈഡിൽ ഞാൻ ഫ്രഞ്ച് ഫ്രൈസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കുട്ടികൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈസിയസ്റ്റ് നഗറ്റ് സാൻഡ്വിച്ചാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ആദ്യമായിട്ട് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ഷഫ്ല റോഡിൻ.